ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാല് SLC കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പം ഞാനും ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്യുമ്പോൾ എന്റെ കുട്ടികൾ ചോദിക്കും നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എന്താ ക്ലാസ് ഒന്നും ചെയ്യാത്തതെന്ന്. അപ്പം ഇതുവരെ ക്ലാസ്സുകളൊന്നും ചെയ്തിരുന്നില്ല. അപ്പം നമ്മുടെ പരീക്ഷകൾ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഫെബ്രുവരി 1-ാം തീയതി IT-യുടെ എക്സാം, അതായത് SSLC കുട്ടികൾക്ക്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ക്ലാസ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പം ഒരു 10-15-ാം തീയതി വരെ അവരുടെ എക്സാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനിയും എക്സാം ഉള്ള കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മസ്റ്റ് ആയിട്ടും പഠിച്ചിട്ട് മാത്രമേ ക്ലാസ്സിൽ പോകാവൂ. എന്തായാലും ഇതിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ ഈ 10 ചാപ്റ്ററിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഫുൾ ഫോമുകളുണ്ട്. അതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ എല്ലാ കുട്ടികൾക്കും പരീക്ഷയ്ക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ ഈ 10 ചാപ്റ്ററിലെയും ഫുൾ ഫോമുകൾ, അതായത് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഫോംസ് ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സോ നമുക്ക് ഒന്നാമത്തെ ഫുൾ ഫോമിലോട്ട് പോകാം. അപ്പൊ ഒന്നാമത്തെ ഫുൾ ഫോം എന്ന് പറഞ്ഞാല് SVG എന്ന് പറഞ്ഞാല് നമ്മുടെ SLC കുട്ടികൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം SVGയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ നമുക്ക് IT-ക്ക് ഒരു പരീക്ഷ ഇല്ലെന്ന് തന്നെ പറയാം. എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യമാണ് SVGയുടെ ഫുൾ ഫോം എന്താണ്. അതായത് സ്കേലബിൾ വെക്ടർ ഗ്രാഫിക്സ് എന്നാണ്. അപ്പൊ ഇത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടി ഇതുമായി സിമിലർ ആയിട്ടുള്ള പല സിമിലർ പേരുകളും തന്നിരിക്കാം ഓപ്ഷനില്. അപ്പൊ ഇത് എന്തായാലും പഠിച്ചിരിക്കണം. SVGയുടെ ഫുൾ ഫോം സ്കേലബിൾ വെക്ടർ ഗ്രാഫിക്സ് എന്നാണ്. ഇനി സെക്കൻഡ് വൺ, രണ്ടാമത്തത് CSS എന്ന് പറഞ്ഞാല് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. ഇനി അടുത്തത് മൂന്നാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് HTML. HTML എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അപ്പൊ അങ്ങനെയാണ് HTML-ന്റെ ഫുൾ ഫോം, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇനി നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഫുൾ ഫോം ആണ് WCMS. WCMS എന്ന് പറഞ്ഞാൽ വെബ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം. ഇപ്പൊ വെബ് കണ്ടന്റ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ള WCMS ഇതും എല്ലാ തവണയും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ അഞ്ചാമത്തെ ഫുൾ ഫോം ആണ് വൈസ്വിംഗ്. വൈസ്വിംഗ് എന്ന് പറഞ്ഞാല് what you see is what you get. അതാണ് വൈസ്വിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് UTP. അപ്പൊ നമ്മൾ ഈ SVG പറഞ്ഞതുപോലെ തന്നെ UTP കേബിളിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ പരീക്ഷ ഇല്ലെന്ന് തന്നെ പറയാം. എല്ലാ തവണയും ഈ UTP കേബിളിനെ പറ്റി പല ക്വസ്റ്റ്യൻസ് കാണും. അതായത് എല്ലാ കുട്ടികൾക്കും കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്നെങ്കിൽ ചോദിക്കാം UTP കേബിളില് എത്ര കേബിൾസ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പെയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഫുൾ ഫോം എന്താണ്. ഇതെന്തായാലും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. UTP എന്നുള്ളതിന്റെ ഫുൾ ഫോം അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്നാണ്. ഇനി UTP കേബിളിനകത്ത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് UTP കേബിളിൽ എത്ര കേബിൾ ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ അത് മറന്നു പോകല്. 8 കേബിൾസ് ആണ്. ഇനി എത്ര പെയർ ഉണ്ടെന്ന് ചോദിക്കും. UTP കേബിളില് 4 പെയേഴ്സ് ആണ്. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഏഴാമത്തെ ഫുൾ ഫോം ആണ് LAN. LAN എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അപ്പൊ ലാനും വളരെ പ്രധാനപ്പെട്ടതാണ്. LAN അറിഞ്ഞിരിക്കുന്നവർ എന്തായാലും അറിയേണ്ട കാര്യമാണ്. WAN എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇനിയുള്ളത് DNS ആണ്. അപ്പൊ DNS എന്ന് പറഞ്ഞാല് ഡൊമൈൻ നെയിം സെർവർ എന്നാണ് ഫുൾ ഫോം. അതുപോലെ തന്നെ WWW അത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇതിന്റെ ഫുൾ ഫോം എല്ലാ തവണയും ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ഫുൾ ഫോം വേൾഡ് വൈഡ് വെബ് എന്നാണ്. അതുപോലെ തന്നെ വേൾഡ് വൈഡ് വെബിന്റെ സ്ഥാപകൻ ആര് എന്നും ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കാര്യമാണ്. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് WWW എന്ന് ചോദിച്ചാൽ അത് ടിം ബെർണേഴ്സ്-ലീ ആണ്. ഇനി അടുത്ത ഫുൾ ഫോം എന്ന് പറഞ്ഞാല് HTTP. HTTP എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഇനി നമുക്ക് ഇന്റർനെറ്റുമായി ബന്ധപ്പെട്ട ചില കമ്മിറ്റികളുടെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനകത്തെ ഫസ്റ്റ് വൺ ആണ് IETF. IETF എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് എഞ്ചിനീയറിംഗ് ടാസ്ക് ഫോഴ്സ്. അതുപോലെ തന്നെ ICANN. ICANN എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് കോർപ്പറേഷൻ ഫോർ അസൈൻഡ് നെയിംസ് ആൻഡ് നമ്പേഴ്സ്. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് OTP. OTPയെ പറ്റിയൊക്കെ നമ്മുടെ മോഡൽ എക്സാമിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ OTP നമ്മൾ യൂസ് ചെയ്യുന്നത് സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ്. OTP എന്ന് പറഞ്ഞാൽ വൺ ടൈം പാസ്വേഡ് എന്നാണ്. ഇനി അടുത്തത് DBMS. DBMS എന്ന് പറഞ്ഞാല് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് DBMSന്റെ ഫുൾ ഫോം. അതുപോലെ തന്നെ ആ ചാപ്റ്ററിലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് SQL. SQL എന്ന് പറഞ്ഞാൽ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജസ്. അതുപോലെ തന്നെ MySQL ഉണ്ട്. MySQL എന്ന് പറഞ്ഞാൽ മൈ സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജസ് എന്നാണ്.
ഇനി ലാസ്റ്റ് വൺ നമുക്ക് നോക്കാം. അനിമേഷന്റെ ചാപ്റ്ററിലെ ഒരു ഫുൾ ഫോം ആണ് FPS. FPS എന്ന് പറഞ്ഞാൽ ഫ്രെയിംസ് പെർ സെക്കൻഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് മാത്രമേ പരീക്ഷയ്ക്ക് പോകാവൂ. ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് കിട്ടും. എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന കുറച്ചധികം ഫുൾ ഫോംസ്. അതായത് UTP ആയിക്കോട്ടെ, അല്ലെങ്കിൽ SVG ആയിക്കോട്ടെ, WCMS, HTTP, OTP, ഇതൊക്കെ സ്ഥിരം നമ്മുടെ പരീക്ഷകളിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതൊക്കെ പഠിച്ചിട്ട് വേണം എല്ലാവരും ക്ലാസ്സിൽ പോകാൻ. എന്തായാലും നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പൊ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് പറയണം നിങ്ങൾക്ക് ഇതിനകത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണം.